അവരിവിടെ നമ്മളുടെ പൂരം 2025 എൻജോയ് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾ അവരെ കാണിച്ചു കൊടുക്കണം നമ്മളുടെ എനർജി. Wow! Ireland Puram 2025. Can we hear a huge round of applause and a huge voice for them? For Meenakshi and Anoop. Hello. Hi ma'am. ഓക്കെ, അപ്പൊ നിങ്ങള് നമ്മുടെ അയർലൻഡ് പൂരം 2025 ഇവിടെ ഏകദേശം കുറെ കാഴ്ചകളൊക്കെ കണ്ടു. സോ എന്താണ് നമ്മുടെ അയർലൻഡ് പൂരം 2025 ഓഡിയൻസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഹലോ അയർലൻഡ്, എല്ലാരും സുഖാണോ? എന്താ വൈബ്? കുറച്ചും കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെ മുതലേ നിങ്ങളുടെ ഈ ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് കണ്ടിട്ട് ഞങ്ങളും നാട്ടിലാണോ ഞങ്ങളെന്ന് സംശയിച്ചു പോയി. അപ്പൊ പൂരമൊന്നും കാണാൻ ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ പൂരത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ശരി ഇങ്ങോട്ട് വരാന്ന്. അപ്പൊ വന്നത് എന്തായാലും നഷ്ടമായില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അയർലൻഡിലെ എല്ലാ മലയാളീസ്, നോൺ മലയാളീസ് പൂരം ശരിക്കും തകർക്കുകയാണ് നിങ്ങള്. അപ്പൊ ഞങ്ങൾക്കും അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ആൻഡ് യു ഗൈസ് റോക്ക്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ 15 കൊല്ലമായി UK ഇരിക്കണം. എനിക്ക് ശരിക്കും അസൂയ തോന്നുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാ വീക്കെൻഡിലും എന്തെങ്കിലും വലിയ വലിയ ഇതേപോലത്തെ മാസീവ് ഇവന്റ്സ് ആണ്. UK ഇത്ര ഇവന്റ്സ് ഒന്നും ഉദ്ദേശിച്ചിരിക്കും പറഞ്ഞാൽ UK ഒരുപാട് പരിപാടികളുണ്ട്. അത് ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ ഹാളുകളിലൊക്കെയുള്ള പരിപാടികളാണ്. ഇതേപോലെ ഔട്ട്ഡോറിൽ ഇത്രയും സ്റ്റോളുകളൊക്കെ ആയിട്ടും ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള പരിപാടികൾ വളരെ കുറവാണ്. അപ്പം ഇത് കാണുമ്പോൾ ശരിക്കും അസൂയുണ്ട്, അതേപോലെ സന്തോഷമുണ്ട്. അപ്പം കീപ് ഗോയിങ്. എനിക്കറിയാം എല്ലാ ആഴ്ചയും വലിയ സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ വന്നുള്ള പ്രോഗ്രാംസ് ആണ്. സോ കീപ് ഗോയിങ്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് us. Thank you so much. We are so happy to have you here. We have a momentum for. So ഈ ഒരു അയർലൻഡ് പൂരം 2025 എത്തിച്ചേർന്ന മീനാക്ഷിക്കും അനൂപിനും നമ്മുടെ വക ഒരു ചെറിയൊരു മൊമെന്റോ. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് എമി ഫ്രം DMA Drohira. Thank you. നല്ലൊരു കൈയ്യടി കൊടുക്കാം as we receive their momentum. അതെ, മീനാക്ഷി എന്ന് പറഞ്ഞത് പേര് ഒറിജിനൽ പേരല്ല കേട്ടോ. നമ്മുടെ പൂരത്തിന് വേണ്ടി ഒരു പ്രൊമോഷൻ അവർ ചെയ്തിരുന്നു. അതിനകത്താണ് അനൂപിനോട് അനൂപും നിങ്ങൾ സംസാരിക്കുന്നത്. അതിൽ മീനാക്ഷി എന്ന പേരിട്ട് വിളിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ മീനാക്ഷി എന്ന് വിളിച്ചത് കേട്ടോ. അതുകൊണ്ട് ഒറിജിനൽ പേര് മീനു എന്നല്ല, മേതുവാണ്. മൃദു. ഓക്കെ, താങ്ക്സ്. So big round of applause for Mridu and Anoop. ഓക്കെ, എനിക്കറിയാം നിങ്ങള് വ്ളോഗേഴ്സ് ആണെന്ന്. അപ്പൊ നമുക്കിവിടെ അയർലൻഡിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. എന്താണ് ഒരു ചെറിയൊരു ടിപ്പ് അവർക്ക് കൊടുക്കാനുള്ളത്? നിങ്ങൾ ഇത്ര ഫേമസ് ആയി ഓൾറെഡി കഴിഞ്ഞു, നമ്മളെല്ലാരും കാണുന്നുണ്ട്. നമ്മുടെ അയർലൻഡിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. ഐ ഹോപ്പ് വി ഹാവ് സം വ്ളോഗേഴ്സ് ഹിയർ അറ്റ് അയർലൻഡ് പൂരം 2025. എന്താണ് ചെറിയൊരു ടിപ്പ്? ചേച്ചിന്റെ സൗന്ദര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടന് അത്ര മോശമല്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ബാക്ക് ബോൺ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. എന്താണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ വ്ളോഗേഴ്സ്? എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൺസിസ്റ്റൻസിയാണ്. പിന്നെ നമ്മൾ ആദ്യം വീഡിയോസൊക്കെ ചെയ്യുമ്പം വലിയ രസമൊന്നും ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ദയവേത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും അയച്ചു കൊടുക്കാതിരിക്കുക. അപ്പോൾ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്തോളും. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. നമ്മൾ എത്ര മോശമായിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. എവിടുന്നേലൊക്കെ ഒരു വീഡിയോ നന്നായി വരും. പക്ഷെ ആ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനുമാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. Thank you so much. Thank you for joining us today. ഇനിയും കഴിഞ്ഞിട്ടില്ല, നമ്മുടെ പൂരം തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചെന്ന് എല്ലാം എൻജോയ് ചെയ്യണം. ഫുഡ് സ്റ്റോൾസ് ഉണ്ട്, DJ ഉണ്ട്, ഇനി K-Northന്റെ ബാൻഡ് ഉണ്ട്. ആൻഡ് ഇഫ് യു ക്യാൻ നമ്മുടെ അയർലൻഡ് പൂരം 2025 ഒരു വ്ളോഗും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെ, താങ്ക് യു. ഇടയ്ക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിർബന്ധിക്കണ്ട, ഞാൻ വരാം, കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്.